Good morning, students. How are you? Are you fine? In the previous class, I have taught you GK. കഴിഞ്ഞ ക്ലാസ്സിൽ മിസ് നിങ്ങളെ ജി കെ പഠിപ്പിച്ചില്ലേ? എല്ലാവരും ജി കെ ഒക്കെ പഠിച്ചോ? ജി കെയുടെ നോട്ട് പഠിച്ചോ? ഈസി ആയിരുന്നോ? നോട്ട്ബുക്കൊക്കെ മിസ് സ്കൂൾ തുറക്കുമ്പോൾ ചെക്ക് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ നോട്ട്സ് എല്ലാം കാണാതെ പഠിച്ചു കാണുമെന്ന് വിശ്വസിക്കുന്നു. ഷാൽ വി സ്റ്റഡി കമ്പ്യൂട്ടർ? നമുക്ക് കമ്പ്യൂട്ടർ പഠിക്കണ്ടേ? ഡു യു വാണ്ട് ടു ഗോ കമ്പ്യൂട്ടർ ലാബ്? കമ്പ്യൂട്ടർ ലാബിൽ പോകണ്ടേ? ഗെയിമൊക്കെ കളിക്കണ്ടേ? വെൻ അവർ സ്കൂൾ വിൽ റീഓപ്പൺ വി ക്യാൻ ഗോ കമ്പ്യൂട്ടർ ലാബ്. സ്കൂൾ തുറക്കുന്ന സമയത്ത് നമുക്ക് കമ്പ്യൂട്ടർ ലാബിൽ പോകാം. നൗ ഐ ആം ഗോയിങ് ടു ടീച്ച് അവർ ഫസ്റ്റ് ലെസൺ. നമ്മളിപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ ഫസ്റ്റ് ലെസൺ പഠിക്കാൻ പോവുകയാണ്. ഐ ഹോപ്പ് യു ഓൾ ഹാവ് ഗോട്ട് IT ടെക്സ്റ്റ്. നിങ്ങൾക്കെല്ലാവർക്കും IT ടെക്സ്റ്റ് കിട്ടിക്കാണുമെന്ന് മിസ് വിചാരിക്കുന്നു. കിട്ടിയല്ലോ. ടേക്ക് യുവർ IT ടെക്സ്റ്റ്. എല്ലാവരും IT ടെക്സ്റ്റ് എടുത്തേ. അവർ ഫസ്റ്റ് ലെസൺ ഈസ് കമ്പ്യൂട്ടർ ബേസിക്സ്. അവർ ഫസ്റ്റ് ലെസൺ എന്താണ്? കമ്പ്യൂട്ടർ ബേസിക്സ്. ഓക്കെ. ഇനി ഫസ്റ്റ് വാട്ട് ഈസ് എ കമ്പ്യൂട്ടർ? എന്താണ് കമ്പ്യൂട്ടർ? കമ്പ്യൂട്ടർ എന്താണെന്ന് പഠിക്കണം. കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ പഠിച്ചതാണ്. Computer is an electronic device in which data is entered and processed to provide useful information. ഇതാണ് കമ്പ്യൂട്ടറിൻ്റെ ഡെഫിനിഷൻ. ഇച്ചിരി വലുതാണ്. ഇപ്പോൾ തേർഡ് സ്റ്റാൻഡേർഡിലായതുകൊണ്ട് ഡെഫിനിഷൻ ഇച്ചിരി വലുതായിട്ട് പഠിക്കണം. എന്താണ് ഡെഫിനിഷൻ? കമ്പ്യൂട്ടർ ഈസ് ആൻ ഇലക്ട്രോണിക് ഡിവൈസ് ഇൻ വിച്ച് ഡേറ്റ ഈസ് entered and processed to provide useful information. കമ്പ്യൂട്ടർ ഒരു ഇലക്ട്രോണിക് മെഷീനാണ്. ദ ഡേറ്റ ഈസ് എൻറ്റേർഡ് ആൻഡ് എന്താണ് ഡേറ്റ? എൻ്റർ ചെയ്യുന്ന ഡേറ്റയെ എന്ത് ചെയ്യും? പ്രോസസ്സ് ചെയ്ത് ടു പ്രൊവൈഡ് യൂസ്ഫുൾ ഇൻഫർമേഷൻ. നമ്മൾ എൻ്റർ ചെയ്യുന്ന ഡേറ്റയെ പ്രോസസ്സ് ചെയ്ത് യൂസ്ഫുൾ അല്ലെങ്കിൽ ഇൻഫർമേഷനായിട്ട് നമുക്ക് റിസൾട്ടായിട്ട് നമുക്ക് കിട്ടും. അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെഷീനാണ് ഇത് കമ്പ്യൂട്ടർ. ദ വർക്കിംഗ് ഓഫ് എ കമ്പ്യൂട്ടർ ഈസ് ഗിവൺ ബിലോ. കമ്പ്യൂട്ടറിൻ്റെ വർക്കിംഗ് ഡയഗ്രമായിട്ട് കാണിച്ചിട്ടുണ്ട്. നോക്കിയേ. ഫസ്റ്റ് ഇൻപുട്ട്, processing, output. Working of a computer is given below. First input, then processing, then output. Input, processing and output. Okay. First we have studied input. ആദ്യമേ നമ്മൾ എന്താണ് പഠിക്കുന്നത്? ഇൻപുട്ട് എന്താണ്? The data or instructions are entered into the computer by input devices such as keyboard, mouse or joystick. Okay. എന്താണ് ഇൻപുട്ട്? ദ ഡേറ്റ ഓർ ഇൻസ്ട്രക്ഷൻസ് എൻറ്റേർഡ് ഇൻ ടു ദി കമ്പ്യൂട്ടർ. ഡേറ്റ അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻ കമ്പ്യൂട്ടറിന് കൊടുക്കുന്നതിനാണ് എന്ത് പറയുന്നത്? ഇൻപുട്ട്. വാട്ട് യു മീൻ ബൈ ഡേറ്റ? ഡേറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരെഴുതി. ഇപ്പം കെസിയ, പിന്നെ ദേവനന്ദയുണ്ട്, മറിയമുണ്ട്, ഇല്ലേ? എല്ലാവരും ഉണ്ടല്ലോ. ജുവാന, വൈഷ്ണവുണ്ട്, മൃദുല്, ബിയാമോള്, എല്ലാവരും ഇല്ലേ അവിടെ? അപ്പം നിങ്ങളുടെയൊക്കെ പേരെഴുതുമ്പോൾ ഇപ്പോൾ ഫസ്റ്റ് ബിയാമോൾ എഴുതുമ്പോൾ BIYA ബിയ അല്ലേ? ബിയാന്ന് എഴുതുന്ന ഒരു ഡേറ്റയാണ്. ബിയാന്ന് എഴുതുന്നത് ഡേറ്റ. അതിന് നമ്മൾ ആ ഡേറ്റയെ എന്താണ്? ഇൻപുട്ട്. ഡേറ്റ നമ്മൾ കമ്പ്യൂട്ടറിന് കൊടുക്കും കീബോർഡ് വഴി. ബിയാന്ന് എഴുതുമ്പോൾ കീബോർഡിൽ BIYA എന്ന് എഴുതും. മറിയം എഴുതുമ്പം മറിയം എന്ന് എഴുതും അല്ലേ? MARIAM മറിയം. കെസിയ അല്ലേ? കെസിയയുടെ പേര് എഴുതുമ്പോൾ KE എന്ന് തുടങ്ങും. പിന്നെ അതുപോലെ ദേവനന്ദ അല്ലേ? ദേവനന്ദയുടെ പേര് എഴുതുമ്പോൾ DVA എന്ന് പറഞ്ഞ് എഴുതത്തില്ലേ? അപ്പോൾ ഈ എഴുതുന്ന ലെറ്റേഴ്സ് എല്ലാം എന്താണ്? ഡേറ്റയാണ് അല്ലേ? അപ്പോൾ ദ ഡേറ്റ ഓർ ഇൻസ്ട്രക്ഷൻസ് ആർ എൻറ്റേർഡ് ഇൻ ടു ദി കമ്പ്യൂട്ടർ. ഈ ഡേറ്റയും ഇൻസ്ട്രക്ഷനും ഒക്കെ കമ്പ്യൂട്ടറിലോട്ട് എൻ്റർ ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത്? ഇൻപുട്ട് എന്ന് പറയും. ഇനി നമ്മൾ എൻ്റർ ചെയ്യാൻ ഒരു കീബോർഡ് യൂസ് ചെയ്യും അല്ലേ? അല്ലെങ്കിൽ മൗസ് യൂസ് ചെയ്ത് നമ്മൾ സെലക്ട് ചെയ്യും. ഈ ഡേറ്റ നമ്മൾ ടൈപ്പ് ചെയ്യുന്നത് ചുമ്മാ അങ്ങ് ടൈപ്പ് ചെയ്യുമോ? മോണിറ്ററെ കൊണ്ട് ടൈപ്പ് ചെയ്താൽ വരുമോ? ഇല്ല. കീബോർഡിലാണ് നമ്മൾ ടൈപ്പ് ചെയ്യുന്നത്. അപ്പോൾ കീബോർഡ് ഒരു ഡിവൈസാണ്. നമ്മുടെ പേരൻ്റെ ലെറ്റേഴ്സ് എഴുതാൻ, അല്ലെങ്കിൽ നമ്മൾ കമ്പ്യൂട്ടറിൽ എന്ത് ചെയ്യുന്നു ആ ലെറ്റേഴ്സ് നമ്പർ ടൈപ്പ് ചെയ്താൽ അത് നമ്പർ ഒരു ഡേറ്റയാണ്. എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഡേറ്റയാണ്. അപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ക്യാരക്ടേഴ്സ് എല്ലാം എന്താണ്? ഡേറ്റാസാണ്. ഈ ഡേറ്റ നമ്മൾ എൻ്റർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഡിവൈസാണ് കീബോർഡ് മൗസും ഡേറ്റ എൻ്റർ ചെയ്യാൻ യൂസ് ചെയ്യുന്നു. അപ്പം the data or instructions entered into the computer is called input. ഡേറ്റ എൻ്റർ ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത്? ഇൻപുട്ട്. ഇനി അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവൈസസിനെയാണ് എന്ത് പറയുന്നത്? ഇൻപുട്ട് ഡിവൈസ് എന്ന് പറയും. ഇപ്പോൾ കീബോർഡാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവൈസ്. പേര് ടൈപ്പ് ചെയ്യാൻ നമ്മൾ കീബോർഡ്, സെലക്ട് ചെയ്യാൻ നമ്മൾ എന്ത് യൂസ് ചെയ്യും?
മൗസ് യൂസ് ചെയ്യും. പിന്നെ പിക്ചർ ഡ്രോ ചെയ്യാൻ നമ്മൾ ആരെയാണ് യൂസ് ചെയ്യുന്നത്? മൗസ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ചെയ്യിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കും. ഇങ്ങനെ ഉപയോഗിക്കുന്ന ഡിവൈസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻപുട്ട് ഡിവൈസ് എന്ന് പറയും. അപ്പോൾ ഡേറ്റ എൻ്റർ ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻപുട്ട് എന്ന് പറയും. എൻ്റർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡിവൈസസിനെ വിളിക്കുന്ന പേരാണ് ഇൻപുട്ട് ഡിവൈസ്. അപ്പോൾ വാട്ട് ഡു യു മീൻ ബൈ ഇൻപുട്ട്? The data or instructions entered into the computer. ഡേറ്റയും ഇൻസ്ട്രക്ഷനും കമ്പ്യൂട്ടറിൽ എൻ്റർ ചെയ്യുന്നതിന് വിളിക്കുന്ന പേരാണ് ഇൻപുട്ട്. വാട്ട് ഡു യു മീൻ ബൈ ഇൻപുട്ട് ഡിവൈസ്? The data or instructions given to a using device. ഡേറ്റ ഇൻസ്ട്രക്ഷനും കമ്പ്യൂട്ടറിന് കൊടുക്കാൻ ഉപയോഗിക്കുന്ന ഡിവൈസിനെ വിളിക്കുന്ന പേരാണ് ഇൻപുട്ട് ഡിവൈസസ്. ദ മോസ്റ്റ് കോമൺലി ഇൻപുട്ട് ഡിവൈസസ് ആർ കീബോർഡ് ആൻഡ് മൗസ്. നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന രണ്ട് ഇൻപുട്ട് ഡിവൈസസ് ആണ് ആരൊക്കെ? കീബോർഡ്, മൗസ്. വേറെ ഇൻപുട്ട് ഡിവൈസസ് ഒക്കെ ഉണ്ട്. നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചത് എന്തൊക്കെയാണ്? മൈക്രോഫോണ്, സ്കാനർ, ഡിജിറ്റൽ ക്യാമറ, വെബ് ക്യാമറ, അല്ലേ? ഇതെല്ലാം ഇൻപുട്ട് ഡിവൈസസ് ആണ്. പക്ഷെങ്കിൽ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന രണ്ട് ഡിവൈസസ് ഏതൊക്കെയാണ്? കീബോർഡ് ആൻഡ് മൗസ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഈസ് പ്രോസസ്സിങ്. വാട്ട് ഡു യു മീൻ ബൈ പ്രോസസ്സിങ്? The processing of data is done by Central Processing Unit or CPU. പ്രോസസ്സിംഗ് ഒക്കെ നടക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ പേര് ടൈപ്പ് ചെയ്തപ്പോൾ നമുക്ക് പെട്ടെന്ന് മോണിറ്ററിൽ അത് കിട്ടി. പെട്ടെന്ന് കിട്ടിയോണ്ട് നമ്മൾ അറിയുന്നില്ല ഇത് ആരാ ചെയ്തതെന്നൊന്നും. കീബോർഡെ ടൈപ്പ് ചെയ്തപ്പോഴേ നേരെ അത് എങ്ങോട്ട് പോയെന്നറിയാവോ? CPU-നകത്ത് പോയി. നിങ്ങൾ നോക്കിക്കണം, CPU-ൻ്റെ ലൈറ്റൊക്കെ മിന്നി കത്തും. ഇതൊക്കെ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പേ നടക്കുന്നത് കൊണ്ട് നമ്മൾ പ്രോസസ്സിങ് എവിടെ നടക്കുന്നതെന്നൊന്നും അറിയത്തില്ല. പക്ഷേങ്കിൽ സെക്കൻഡുകൾക്കുള്ളിൽ നമ്മൾ പേര് ടൈപ്പ് ചെയ്യുന്ന താമസിയാതെ ഇത് ഇവിടെ പ്രോസസ്സ് ചെയ്യും. CPU-നകത്ത് ഇത് പ്രോസസ്സ് ചെയ്തിട്ടാണ് നമുക്ക് എവിടോട്ട് കിട്ടുന്നത്? മോണിറ്റർ നമ്മൾ കാണുന്നത്. അപ്പം നമ്മൾ പേര് ടൈപ്പ് ചെയ്ത ഉടനെ ഓരോ ലെറ്റർ ടൈപ്പ് ചെയ്തപ്പോഴും അവിടെ ഓരോന്നും പ്രോസസ്സ് ചെയ്തിട്ടാണ് നമുക്ക് ഔട്ട്പുട്ടിൽ റിസൾട്ട് വരുന്നത്. ഇതിനൊന്നും ഒട്ടും സമയം എടുക്കാത്തതുകൊണ്ട് പ്രോസസ്സിങ് നടക്കുന്ന ഒന്നും നമ്മൾ അറിയത്തില്ല. ടൈപ്പ് ചെയ്യുന്നതിന് മുന്നേ അവിടെ വന്നിരിക്കും. പക്ഷേ ഇത് സെക്കൻഡ് പോലും എടുക്കാതെ മൈന്യൂട്ട് സെക്കൻഡുകളെടുത്ത് CPU ഇതെല്ലാം ചെയ്തതുകൊണ്ടാണ് നമുക്കിത് മോണിറ്ററെ കിട്ടുന്നത്. അപ്പം പ്രോസസ്സിംഗ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട്. പ്രോസസ്സിംഗ് നടന്നില്ലേ നമുക്ക് കാണാൻ പറ്റത്തില്ല. ഇത് ടൈപ്പ് ചെയ്താലും നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ ആര് പ്രോസസ്സ് ചെയ്യണം? CPU ഇത് പ്രോസസ്സ് ചെയ്തിട്ട് മോണിറ്ററിന് കൊടുക്കണം. മോണിറ്ററിന് കൊടുക്കുമ്പോഴാണ് നമ്മളിത് കാണുന്നത് കേട്ടോ. ദ പ്രോസസ്സിംഗ് ഓഫ് ഡാറ്റ ഈസ് ഡൺ ബൈ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, നമ്മൾ കമ്പ്യൂട്ടർ ഓൺ ആക്കുന്നതും ഒക്കെ ഇവിടെ CPU അല്ല. CPU ഓൺ ചെയ്യും, ഓഫ് ചെയ്യും ഒക്കെ ചെയ്യില്ലേ? ഇറ്റ് ഈസ് ദി മെയിൻ പാർട്ട് ഓഫ് എ കമ്പ്യൂട്ടർ. അതുകൊണ്ടാണ് CPU മെയിൻ പാർട്ടാണ്. ഇറ്റ് ഈസ് ദ ബ്രെയിൻ ഓഫ് ദ കമ്പ്യൂട്ടർ എന്ന് അറിയപ്പെടും അല്ലേ? ബ്രെയിൻ ഓഫ് ദ കമ്പ്യൂട്ടർ എന്ന് ആരറിയപ്പെടും? CPU. അപ്പോൾ പ്രോസസ്സിങ് മനസ്സിലായല്ലോ. ദ പ്രോസസ്സിങ് ഓഫ് ഡാറ്റ ഈസ് ഡൺ ബൈ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. ദെൻ നെക്സ്റ്റ് എന്താണ്? ഔട്ട്പുട്ട്. ദ പ്രോസസ്ഡ് ഡാറ്റ ഓർ ഇൻഫർമേഷൻ ഈസ് ഡിസ്പ്ലേഡ് ഇൻ ദ ഔട്ട്പുട്ട് ഡിവൈസ് സച്ച് ആസ് മോണിറ്റർ. നമ്മൾ പറഞ്ഞല്ലോ എന്താണ്? CPU-നകത്തിൽ പ്രോസസ്സ് ചെയ്യും. ഈ പ്രോസസ്സ് ചെയ്തത് നമ്മൾ ഇപ്പം പേര് ടൈപ്പ് ചെയ്തു, പ്രോസസ്സ് ചെയ്തു, അത് നമുക്കുള്ള കാണിച്ചു തരുന്നു. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവൈസാണ് ആര്? ഔട്ട്പുട്ട് ഡിവൈസ്. അപ്പോൾ പ്രോസസ്സ് ചെയ്യുന്ന ഇൻഫർമേഷനെ വിളിക്കുന്ന പേരാണ് ഔട്ട്പുട്ട്. അത് ഡിസ്പ്ലേ ചെയ്ത് തരുന്ന ഡിവൈസിനെ വിളിക്കുന്ന പേരാണ് ഔട്ട്പുട്ട് ഡിവൈസ്. അപ്പോൾ വാട്ട് ഡു യു മീൻ ബൈ ഔട്ട്പുട്ട്? ദ പ്രോസസ്ഡ് ഡാറ്റ ഓർ ഇൻഫർമേഷൻ. പ്രോസസ്സ് ചെയ്ത ഡാറ്റയെ അല്ലെങ്കിൽ ഇൻഫർമേഷനെ വിളിക്കുന്ന പേരാണ് ഔട്ട്പുട്ട്. ദ ഡിസ്പ്ലേഡ് ഇൻ ദ ഔട്ട്പുട്ട് ഡിവൈസ് ആർ കോൾഡ് ഔട്ട്പുട്ട് ഡിവൈസ്. ഇത് കാണിച്ചു തരുന്ന ഡിവൈസ്, അതായത് മോണിറ്റർ, പ്രിന്റർ, ഇത് രണ്ടും ഡിവൈസാണ്. പ്രിന്ററിൽ നമ്മൾ പേപ്പറൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ നമ്മുടെ പേരൊക്കെ എഴുതിയാൽ പ്രിൻ്റ് ഔട്ട് കിട്ടും. അതും ഒരു ഔട്ട്പുട്ട് ഡിവൈസാണ്, നമുക്ക് ഇങ്ങോട്ട് തരുന്നതാണ്. ഇൻപുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നതാണ് ഇൻപുട്ട് അല്ലേ? കീബോർഡിലോ മൗസോ യൂസ് ചെയ്ത് നമ്മൾ ഇൻസ്ട്രക്ഷൻ കമ്പ്യൂട്ടറിന് അങ്ങോട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇങ്ങോട്ട് കിട്ടും. മോണിറ്ററെ നമ്മൾ കാണും, പ്രിൻ്ററെ നമ്മൾ പേപ്പറെ പ്രിൻ്റ് ഔട്ട് എടുക്കും. ഇങ്ങോട്ട് തരുന്നതെല്ലാം എന്താണ്? ഔട്ട്പുട്ട്. അങ്ങോട്ട് കൊടുക്കുന്നതെല്ലാം എന്താണ്? ഇൻപുട്ട്. അപ്പോൾ പ്രോസസ്സ് ചെയ്ത് ഇതെല്ലാം ചെയ്ത നടുക്കൊരാളിരുന്നെല്ലാം ചെയ്യുന്നുണ്ട്. ഇത് രണ്ടും ഒരാൾ നടുക്ക് നിൽപ്പുണ്ട്. ആദ്യം ഒരാൾ അങ്ങോട്ട് കൊടുക്കും, ഇടയ്ക്കൊരാളിൽ നിന്ന് അതെല്ലാം ചെയ്യും, ലാസ്റ്റ് ഒരാൾ ഇങ്ങോട്ട് തരും അല്ലേ? അപ്പോൾ ആദ്യം ചെയ്യുന്ന ആളാരാണ്? ഇൻപുട്ട്. പിന്നെ ഇടയ്ക്കൊരാളിൽ നിന്ന് ചെയ്യുന്ന ആരാണ്? പ്രോസസ്സിങ്. ലാസ്റ്റ് നമുക്ക് വീണ്ടും ഒരാൾ തരും, അതാരാണ്? ഔട്ട്പുട്ട്. അപ്പോൾ ഇൻപുട്ട് ഡിവൈസായിട്ട് നമ്മൾ കീബോർഡ് മൗസും യൂസ് ചെയ്യും, പ്രോസസ്സറായിട്ട് നമ്മൾ CPU-നെ യൂസ് ചെയ്യും, ഔട്ട്പുട്ട് ഡിവൈസസായിട്ട് പ്രിൻ്റർ ഓർ മോണിറ്റർ, പ്രിൻ്ററിന് യൂസ് ചെയ്യും, മോണിറ്ററിന് യൂസ് ചെയ്യും. ഡു യു അണ്ടർസ്റ്റാൻഡ്? നമുക്ക് മനസ്സിലായല്ലോ ഇൻപുട്ട് എന്താണ്, പ്രോസസ്സിങ് എന്താണ്, ഔട്ട്പുട്ട് എന്താണ്. നെക്സ്റ്റ് നോക്കിക്കേ, നമ്മൾ ഡയഗ്രാം ടെക്സ്റ്റിലപ്പോൾ CPU കീബോർഡൊക്കെ കാണിച്ചിട്ടുണ്ട്, അതൊക്കെ നോക്കണം. ഓക്കെ, നിങ്ങൾക്കൊരു ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇൻപുട്ട് എന്താണ്, ഔട്ട്പുട്ട് എന്താണ്, പ്രോസസ്സിങ് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി രണ്ട് പിക്ചേഴ്സ് നോക്കിയേ. ലെറ്റ്സ് അണ്ടർസ്റ്റാൻഡ്. ലുക്ക് അറ്റ് ദിസ് പേജ്. ദ വർക്കിംഗ് ഓഫ് എ കമ്പ്യൂട്ടർ ബൈ ടേക്കിംഗ് സം എക്സാമ്പിൾ അവർ ഡെയിലി ലൈഫ്. നമ്മുടെ ഡെയിലി ലൈഫിലെ എക്സാമ്പിൾ കാണിച്ചുകൊണ്ട് അവിടെ പറഞ്ഞിരിക്കുകയാണ്. ഓക്കെ, ഫസ്റ്റ് വാഷിംഗ് ക്ലോത്ത് ഇൻ എ വാഷിംഗ് മെഷീൻ. വാഷിംഗ് മെഷീൻ എല്ലാവരുടെയും വീട്ടിലുണ്ടോ?
അല്ലെങ്കിൽ അറിയാമല്ലോ, കണ്ടിട്ടുണ്ടല്ലോ. വാഷിംഗ് മെഷീനിൽ എങ്ങനെയാണ് വാഷ് ചെയ്യുന്ന പ്രോസസ്സിങ് നടക്കുന്നത് എങ്ങനെയാണ്? ഫസ്റ്റ് എന്താണ്, ഇൻപുട്ടായിട്ട് നമ്മുടെ ഡ്രസ്സൊക്കെ വേണം അല്ലേ? നമ്മുടെ മുഷിഞ്ഞ വസ്ത്രങ്ങളൊക്കെ വാഷിംഗ് മെഷീനകത്തിൽ ഇടാൻ വേണം. അതിനെ നമ്മൾ എക്സാമ്പിളായിട്ട് പറയുകയാണ്, ഇൻപുട്ടിന് എക്സാമ്പിൾ. നമ്മൾ നേരത്തെ മിസ് പറഞ്ഞില്ലേ, നിങ്ങളുടെ പേര് എഴുതുമ്പോൾ ലെറ്റർ യൂസ് ചെയ്യും, അത് ലെറ്റർ എല്ലാം ഇൻപുട്ടാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഈ ഡ്രസ്സസ് എല്ലാം എന്താണ്, ഇൻപുട്ട്. ദെൻ വാഷിംഗ് മെഷീനകത്തിൽ ഇട്ട് കഴിയുമ്പോൾ അതിനകത്ത് കുറേ നേരം കറങ്ങിയാണ് അത് വാഷ് ചെയ്യുന്നത്. ആ വാഷ് ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത്, പ്രോസസ്സിങ് എന്ന് പറയും. ദെൻ വാഷെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് കിട്ടും, അത് ഡ്രൈ ആയിട്ട് ഉണങ്ങി നമുക്ക് തുണി കിട്ടും, നമ്മൾ എടുക്കും അവസാനം. അതാണ് ഔട്ട്പുട്ട്. നമുക്ക് മനസ്സിലായോ? ഇൻപുട്ടിൻ്റെ ഒക്കെ പിക്ചർ അവിടെ കൊടുത്തിട്ട്, ഇൻപുട്ട് ഡ്രസ്സസ് ആണ്, പിന്നെ പ്രോസസ്സിങ്, ഔട്ട്പുട്ട്. എക്സാമിൽ ഇതിൻ്റെ പടം കാണിച്ചിട്ട് ഇതിനകത്ത് ഏതാണ് ഇൻപുട്ട്, അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി ചോദിക്കും. ഔട്ട്പുട്ട് ഇതിനകത്തിൽ ഏതാണ്, പടം മാത്രം കാണിക്കും, നിങ്ങൾ അവിടെ എഴുതണം ഇൻപുട്ട് ഏതാണ്, ഔട്ട്പുട്ട് ഏതാണ്, പ്രോസസ്സിങ് ഏതാണ്. നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കിയേ, പ്രിപ്പയറിങ് ഡിഷസ്. സാമ്പാർ അവിടെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. സാമ്പാർ ഉണ്ടല്ലോ. സാമ്പാറിന് എന്തൊക്കെയാണ് വേണ്ടത്? ഫസ്റ്റ് ഇൻപുട്ട് നോക്കിക്കേ, ക്യാരറ്റ്, ബീൻസ്, ടൊമാറ്റോ അല്ലേ, എല്ലാം ഇരിപ്പുണ്ട്. ഇതെല്ലാം എന്താണ്, ഇൻപുട്ടാണ്. ദെൻ പ്രോസസ്സിങ്, കുക്കറിനകത്തിൽ വെച്ച് നമ്മൾ കുക്കറിൽ വെച്ച് വിസിലൊക്കെ അടിച്ചു കഴിഞ്ഞിട്ടല്ലേ സാമ്പാർ ആവത്തുള്ളൂ. അപ്പോൾ ആ കുക്കറിൽ വെച്ച് അടിക്കുന്നത് എന്താണ്, പ്രോസസ്സിങ്. അവസാനം പാത്രത്തിൽ നമ്മൾ കൂട്ടാനെടുക്കുമ്പോൾ അതെന്താണ്, ഔട്ട്പുട്ട്. അപ്പോൾ ഓക്കെ, മനസ്സിലായി കാണുമല്ലോ. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക്ക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കമ്പ്യൂട്ടർ. അടുത്ത ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെ കമ്പ്യൂട്ടറിൻ്റെ അഡ്വാൻറ്റേജ്. കമ്പ്യൂട്ടർ എന്തുകൊണ്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, കമ്പ്യൂട്ടറിനുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ ഗുണങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ ഈ കമ്പ്യൂട്ടറിനെ നമ്മുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ യൂസ് ചെയ്യുക. കമ്പ്യൂട്ടർ ഇല്ലാത്ത ഒരു സ്ഥലങ്ങളും ഇല്ല, അറിയാമല്ലോ. എവിടെ നോക്കിയാലും കമ്പ്യൂട്ടറുണ്ട്. അതെന്തുകൊണ്ടാണ് അങ്ങനെ അതിനെ നമ്മൾ ആശ്രയിക്കാൻ കാര്യം, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ നമ്മുടെ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇതായി മാറിയത് എന്തുകൊണ്ടാണ്? അതിൻ്റെ പ്രത്യേകതകളുണ്ട്, അതിന് ചില പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ദ കമ്പ്യൂട്ടേഴ്സ് ഹാവ് ദ ഫോളോയിങ് മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ്. കമ്പ്യൂട്ടറിന് ഇനിയും പറയുന്ന ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ഉണ്ട്. ഫസ്റ്റ് നോക്കിയേ, കമ്പ്യൂട്ടർ വർക്ക് അറ്റ് എ വെരി ഫാസ്റ്റ് ഓർ ഹൈ സ്പീഡ്. ഫസ്റ്റ് ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പീഡ്. ഫസ്റ്റ് എന്താണ്, സ്പീഡ്. കമ്പ്യൂട്ടേഴ്സ് വർക്ക് അറ്റ് വെരി ഹൈ സ്പീഡ്. കമ്പ്യൂട്ടർ വളരെ ഹൈ സ്പീഡിൽ വർക്ക് ചെയ്യും. ദേ ക്യാൻ ഡു കോംപ്ലക്സ് ജോബ്സ് ഇൻ എ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്. എത്ര വലിയ കോംപ്ലക്സ് ആയിട്ടുള്ള വർക്ക് അല്ലെങ്കിൽ കാൽക്കുലേഷനോ എന്തായാലും ഒട്ടും സമയം എടുക്കാതെ ആര് ചെയ്യും, കമ്പ്യൂട്ടറിന് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ടാണ് ഹൈ സ്പീഡിൽ വർക്ക് ചെയ്യുന്നത് പറയുന്നത്. സെക്കൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് നോക്കിയേ, റിലയബിലിറ്റി. എന്താണ് റിലയബിലിറ്റി? What do you mean by reliability? Computers are most reliable. They give accurate result and never make any mistake. കമ്പ്യൂട്ടർ ഒരിക്കലും ഒരു മിസ്റ്റേക്കും വരുത്തില്ല. ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് റിസൾട്ട് കിട്ടും. കറക്റ്റ് ആയിരിക്കും കമ്പ്യൂട്ടർ. നമ്മൾ കറക്റ്റായിട്ട് ഡേറ്റ എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആര് കറക്റ്റായിട്ട് റിസൾട്ട് തരും? കമ്പ്യൂട്ടർ നമുക്ക് ഒരു മിസ്റ്റേക്കും ഇല്ലാതെ റിസൾട്ട് തരും. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്, റിലയബിലിറ്റി. ആക്യുറേറ്റ് ആയിട്ട് കമ്പ്യൂട്ടർ വർക്ക് ചെയ്യും. ഒരു മിസ്റ്റേക്കും വരുത്താതെ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുന്നതിൻ്റെ അതിന് പറയുന്ന പേരാണ് എന്ത്, റിലയബിലിറ്റി. ആൻഡ് തേർഡ്, സ്റ്റോറേജ് കപ്പാസിറ്റി. അടുത്തത് എന്താണ്, സ്റ്റോറേജ് കപ്പാസിറ്റി. Storage capacity. What do you mean by storage capacity? Computers have large storage capacity. കമ്പ്യൂട്ടറിന് എന്തുണ്ട്, ലാർജ് സ്റ്റോറേജ്. എത്ര കാര്യങ്ങളും വേണമെങ്കിലും എത്ര കാലം വേണമെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കും. എത്ര നാൾ വേണമെങ്കിലും കമ്പ്യൂട്ടറിന് കേടൊന്നും സംഭവിച്ചില്ലെങ്കിൽ അതിനകത്ത് ഉണ്ടാവും, അതിൻ്റെ മെമ്മറിയിൽ അത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കും. ദേ ക്യാൻ സ്റ്റോർ ലാർജ് എമൗണ്ട് ഡേറ്റ ആൻഡ് ഇൻഫർമേഷൻ. എത്ര വലിയ ഡേറ്റ ആയാലും ആര് സ്റ്റോർ ചെയ്യും, കമ്പ്യൂട്ടർ സ്റ്റോർ ചെയ്യും. ദിസ് ഡേറ്റ ക്യാൻ ബി റിട്രീവ്ഡ് ഈസിലി വെനെവർ റിക്വയർഡ്. നമ്മൾ എപ്പോൾ ആവശ്യപ്പെട്ടാലും ഇത് നമുക്ക് എടുത്ത് നോക്കുകയും ചെയ്യും. കുറേ നാൾ കഴിയുമ്പോൾ ഇത് പോകത്തില്ല ഇതിൽ നിന്ന്. എപ്പോൾ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, എടുത്ത് നോക്കാനും സാധിക്കും. അതുകൊണ്ടാണ് സ്റ്റോറേജ് കപ്പാസിറ്റി കൊണ്ട് മീൻ ചെയ്യുന്നത്. അടുത്ത ക്യാരക്ടറായിട്ട് നമ്മുടെ ടെക്സ്റ്റിൽ പറഞ്ഞേക്കുന്ന വേഴ്സറ്റിലിറ്റി. വേഴ്സറ്റിലിറ്റി What do you mean by versatility? Computers can perform various kinds of job. കമ്പ്യൂട്ടർ ഒരു ജോലി മാത്രമല്ല ചെയ്യുന്നത്, ഒരുപാട് തരത്തിലുള്ള ജോലികൾ ചെയ്യാൻ ആർക്ക് കഴിവുണ്ട്, കമ്പ്യൂട്ടറിന് കഴിവുണ്ട്. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്, വേഴ്സറ്റിലിറ്റി.
എല്ലാ ഇടങ്ങളിലും ഇപ്പം ടെലിഫോൺ എക്സ്ചേഞ്ചിൽ വർക്ക് ചെയ്യുന്ന രീതിക്കല്ല ബാങ്കിൽ വർക്ക് ചെയ്യുന്നത്, സ്കൂളിൽ വർക്ക് ചെയ്യുന്നത് അതിനു വേണ്ടിയല്ല. ഡിഫറെൻ്റ് ആവശ്യങ്ങൾക്ക്, പല പല ആവശ്യങ്ങൾക്ക് നമ്മൾ കമ്പ്യൂട്ടറിനെ യൂസ് ചെയ്യും. ഡിഫറെൻറ്റ് പർപ്പസ് അല്ലേ. ഇപ്പോൾ മാർജിൻ ഫ്രീയിൽ ബില്ലടിക്കാൻ യൂസ് ചെയ്യും, സ്കൂളിൽ കുട്ടികളുടെ അഡ്മിഷൻ രജിസ്റ്ററിനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യൂസ് ചെയ്യും, ബാങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഹോൾഡേഴ്സിൻ്റെ ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്യാൻ യൂസ് ചെയ്യും, ടെലിഫോൺ എക്സ്ചേഞ്ചിൽ വേറെ ആവശ്യങ്ങൾക്ക് യൂസ് ചെയ്യും. അങ്ങനെ ഓരോ ഫീൽഡിലും ഓരോ ആവശ്യങ്ങൾക്ക് സെപ്പറേറ്റ് യൂസാണ് കമ്പ്യൂട്ടറിനുള്ളത്. അപ്പോൾ ഏത് മേഖലയിൽ വേണമെങ്കിലും ആര് വർക്ക് ചെയ്യും? കമ്പ്യൂട്ടർ വർക്ക് ചെയ്യും. കമ്പ്യൂട്ടേഴ്സ് ക്യാൻ പെർഫോം വേരിയസ് കൈൻഡ്സ് ഓഫ് ജോബ്. ഒരു തരത്തിലുള്ള ജോലി മാത്രമല്ല ചെയ്യുന്നത്, ഏത് തരത്തിലുള്ള ജോലി ചെയ്യാനും ആർക്ക് കഴിയും? കമ്പ്യൂട്ടറിന് സാധിക്കും. ദേ ക്യാൻ ബി യൂസ്ഡ് ഡിഫറെൻറ്റ് ഫീൽഡ് ഫോർ ഡിഫറെൻറ്റ് പർപ്പസ്. മിസ് പറഞ്ഞതാണ്, ദേ ക്യാൻ യൂസ്ഡ് ഇൻ ഡിഫറെൻറ്റ് ഫീൽഡ്. റെയിൽവേ സ്റ്റേഷനിൽ യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? ടിക്കറ്റ്. എയർപോർട്ടിൽ ടിക്കറ്റിന് വേണ്ടി ടിക്കറ്റ് എടുക്കാൻ യൂസ് ചെയ്യും, പാസഞ്ചേഴ്സിൻ്റെ ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്യാൻ യൂസ് ചെയ്യും, സ്കൂളിലാണെങ്കിൽ അഡ്മിഷൻ്റെ കാര്യങ്ങൾക്കെല്ലാം യൂസ് ചെയ്യും, ഫീസ് കളക്ഷന്, പ്രോഗ്രസ് റിപ്പോർട്ട് തയ്യാറാക്കാൻ ഇതിനൊക്കെ നമ്മൾ സ്കൂളിൽ യൂസ് ചെയ്യും. പിന്നെ ബാങ്കിലാണെങ്കിൽ അക്കൗണ്ടേഴ്സിൻ്റെ എല്ലാം മണി ട്രാൻസാക്ഷൻ പൈസ നമുക്ക് എടുക്കാനും, പിന്നെ ATM നമുക്ക് ഏറ്റവും ഫെസിലിറ്റി നല്ല ഇതാണ്. ATM വഴി നമുക്ക് എപ്പോൾ വേണമെങ്കിലും പൈസ എടുക്കാൻ സാധിക്കും. അതുപോലെ കൗണ്ടിങ് ഇങ്ങനെയൊക്കെയുള്ള കാര്യത്തിന് ബാങ്കിൽ യൂസ് ചെയ്യും. ഹോസ്പിറ്റലാണെങ്കിൽ പേഷ്യൻസിൻ്റെ മൊത്തം ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്യും. പിന്നെ സ്കാനിങ്ങിന് അങ്ങനെയുള്ള ഡോക്ടേഴ്സിൻ്റെ റിസൾട്ടുകളൊക്കെ കണ്ടുപിടിക്കാനൊക്കെ ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യും. അങ്ങനെ കമ്പ്യൂട്ടർ യൂസ് ചെയ്യാത്ത ഒറ്റ ഫീൽഡും ഇല്ല. ഡിഫറെൻറ്റ് ഫീൽഡിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള വർക്ക് ആര് ചെയ്യും? കമ്പ്യൂട്ടർ ചെയ്യും. ദേ ആർ വൈഡ്ലി യൂസ്ഡ് ഇൻ ഓഫീസേഴ്സ്, റെയിൽവേ സ്റ്റേഷൻസ്, ബാങ്ക് ആൻഡ് സ്കൂൾസ്. എല്ലായിടവും യൂസ് എല്ലായിടവും ഏത് രീതിയിലേക്ക് വേണമെങ്കിലും ആരെ യൂസ് ചെയ്യാൻ പറ്റും? കമ്പ്യൂട്ടറിനെ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഡു യു അണ്ടർസ്റ്റാൻഡ്? ലെറ്റ്സ് വി ക്യാൻ റിവൈസ് വാട്ട് ഓൾ വി ഹാവ് സ്റ്റഡി ടുഡേ. ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത് നമുക്കൊന്നുകൂടെ നോക്കാം. ഫസ്റ്റ് എന്തായിരുന്നു? വാട്ട് ഈസ് എ കമ്പ്യൂട്ടർ? എന്താണ് കമ്പ്യൂട്ടർ? Computer is an electronic device in which data is entered and processed to provide useful information. The next is the working of a computer. എങ്ങനെയാണ് കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുന്നത്? 3 steps ഉണ്ട്. ഏതൊക്കെയാണ്? ഇൻപുട്ട്, പ്രോസസ്സിംഗ്, ഔട്ട്പുട്ട്. And what is input? എന്താണ് ഇൻപുട്ട് എന്ന് പഠിച്ചു. The data or instructions are entered into the computer are known as input. The devices used for input given the computer is called input devices. Examples of input devices are keyboard and mouse. Then what is processing? The processing of data is done by the CPU or central processing unit. It is the main part of a computer. Processing എവിടെയാണ് നടക്കുന്നത്? Central processing unit. Then next is output. The processed data or information is displayed in the ഔട്ട്പുട്ട്. പ്രോസസ്സ് ചെയ്ത ഡേറ്റ ഇൻഫർമേഷൻ ഡിസ്പ്ലേ ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത്? ഔട്ട്പുട്ട് എന്ന് പറയും. ദ മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഔട്ട്പുട്ട് ഡിവൈസസ് ആർ മോണിറ്റർ ആൻഡ് പ്രിൻ്റർ. ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന 2 ഔട്ട്പുട്ട് ഡിവൈസസ് ആണ് ഏതൊക്കെ? മോണിറ്റർ ആൻഡ് പ്രിൻ്റർ. ദെൻ നെക്സ്റ്റ് വി ഹാവ് സ്റ്റഡീഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കമ്പ്യൂട്ടർ. അല്ലേ, ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പഠിച്ചത്. ദെയർ ആർ 4 മെയിൻ ക്യാരക്ടേഴ്സ്. ഫസ്റ്റ്, സ്പീഡ്. കമ്പ്യൂട്ടർ വർക്ക് അറ്റ് വെരി ഹൈ സ്പീഡ്. കമ്പ്യൂട്ടർ വളരെ വേഗത്തിൽ വർക്ക് ചെയ്യുന്നു. Then second, reliability. Computer are most reliable. They give accurate result. It does not make any mistake. Computer accurate ആയിട്ട് വർക്ക് ചെയ്യും. It does not make any mistake. ഒരു മിസ്റ്റേക്കും വരുത്തത്തില്ല. അതുകൊണ്ടാണ് റിലയബിലിറ്റി എന്ന് പറയുന്നത്. തേർഡ് വൺ, സ്റ്റോറേജ് കപ്പാസിറ്റി. കമ്പ്യൂട്ടേഴ്സ് ഹാവ് ലാർജ് സ്റ്റോറേജ് കപ്പാസിറ്റി. എത്ര വലിയ കാര്യങ്ങൾ സ്റ്റോർ ചെയ്യാനുള്ള കഴിവാർക്കുണ്ട്? കമ്പ്യൂട്ടറിനുണ്ട്. They can store large amount of data and information. എത്ര കാര്യങ്ങൾ വേണമെങ്കിലും സ്റ്റോർ ചെയ്യാൻ കഴിവുണ്ട്. എപ്പോൾ വേണമെങ്കിലും നമുക്ക് തരികയും ചെയ്യും. ഇറ്റ് ക്യാൻ ബി റിട്രീവ്ഡ് ഈസിലി വെൻ എവർ റിക്വേർഡ്. എപ്പോൾ നമ്മൾ ചോദിക്കുന്നു ആ സമയത്ത് നമുക്കത് ലഭിക്കുകയും ചെയ്യും. ലാസ്റ്റ്, വേഴ്സറ്റിലിറ്റി. കമ്പ്യൂട്ടേഴ്സ് ക്യാൻ പെർഫോം വേരിയസ് ജോബ്സ് അറ്റ് എ ടൈം. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ കമ്പ്യൂട്ടർ ഒരേ സമയത്ത് ചെയ്യാൻ സാധിക്കും. അതുപോലെ ഡിഫറെൻറ്റ് ഫീൽഡ്സിൽ കമ്പ്യൂട്ടർ യൂസ് ചെയ്യും. ബാങ്ക്, സ്കൂള്, ഓഫീസ് എക്സെട്ര. ഡിഫറെൻറ്റ് ഫീൽഡിൽ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നതുകൊണ്ട് അതിനെന്ത് പറയുന്നു? വേഴ്സറ്റിലിറ്റി. ഓക്കെ, ഡു യു അണ്ടർസ്റ്റാൻഡ്? Okay, I will give you the question answers in the group. Question answers മിസ് ഗ്രൂപ്പിൽ ഇട്ട് തരാം. You want to write neatly in your IT notebook. നോട്ട്സ് എല്ലാം എന്ത് ചെയ്യണം? നീറ്റായിട്ട് IT നോട്ട്ബുക്കിൽ എഴുതണം. Our activity is read your text 2 times up to you have studied today. ഇന്ന് പഠിച്ച അത്രയും ഭാഗങ്ങൾ 2 times വായിക്കണം. And the question answers are by heart. ക്വസ്റ്റ്യൻ ആൻസർ എല്ലാം എന്ത് ചെയ്യണം? ബൈ ഹേർട്ട് ചെയ്യണം. കാണാതെ പഠിക്കണം കേട്ടോ. ക്വസ്റ്റ്യൻ ആൻസർ റഫ് ബുക്കിലൊക്കെ എഴുതി കാണാതെ പഠിക്കുക. ഇഫ് യു ഹാവ് എനി ഡൗട്ട് കോൾ മീ മൈ പേഴ്സണൽ നമ്പർ.
നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, മിസ്സിനെ പേഴ്സണലായിട്ട് വിളിക്കുക. ഓക്കെ, താങ്ക് യു.